ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബു ചമ്പക്കര. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം. ഇന്ന് എറണാകുളത്ത് മുളന്തുരുത്തി കരാട്ടെ കുരിശിനടുത്ത് ഒരു വില്ല പ്രോജക്റ്റിൽ മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ അടുത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ ടാർ റോഡ് ഫ്രണ്ട് 3.25 സെന്റ് സ്ഥലത്ത് 2 വലിയ കാർ പാർക്കിംഗ് സൗകര്യത്തിൽ വാസ്തുപ്രകാരം പടിഞ്ഞാറ് ഫേസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന 1563 സ്ക്വയർ ഫീറ്റ് ഒരു ബ്രാൻഡഡ് സെമി ഫർണിഷ്ഡ് 4 BHK ഇരുനില വീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീടിന്റെ ഫ്രണ്ട് ഭാഗത്തും ഫ്രണ്ട് മതിലിലും നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ഗേറ്റ് GI സ്ക്വയർ പൈപ്പിലും GI ഷീറ്റിലും സ്ലൈഡിംഗ് മോഡലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഗേറ്റ് തുറന്ന് വരുന്നത് ഒരു കാർ പാർക്കിംഗ് ഏരിയയാണ്. ഈ കാർ പാർക്കിംഗ് ഏരിയയുടെ നീളം 17.5 അടിയും വീതി 10.5 അടിയുമാണ്. കോമ്പൗണ്ടിനകത്ത് 2 വലിയ കാറുകൾ തന്നെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വീടിന്റെ റൈറ്റ് സൈഡിൽ കോർണറിൽ 2 നില പൊക്കത്തിൽ ഒരു ഷോവാൾ നൽകിയിട്ടുണ്ട്. അതിൽ മൊത്തം ഡാർക്ക് ഗ്രേ കളർ ക്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് മുറ്റം മൊത്തം നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് അതിൻ്റെ ജോയിൻസിൽ മൊത്തം ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ കാർ പാർക്കിംഗ് ഏരിയയിലും സിറ്റ് ഔട്ടിലുമായി ഫ്രണ്ടിൽ 2 പില്ലറുകളാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും നല്ല ക്വാളിറ്റി കൂടിയ ബ്രാൻഡഡ് ആയിട്ടുള്ള കജാരിയയുടെ ബ്രൗൺ കളറ് ഗ്ലോസി ടൈപ്പ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിനകത്തേക്ക് പ്രവേശിക്കുവാനായി ഫ്രണ്ടിൽ 2 ചെറിയ സ്റ്റെപ്പുകളാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം 3 അടിയും വീതി 28.5 സെന്റിമീറ്ററുമാണ്. സിറ്റ് ഔട്ടിന്റെ വലിപ്പം 11.25 അടി നീളവും 4 അടി വീതിയുമാണ്. 45 സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റ് ഔട്ട് ഉള്ളത്. ഫ്രണ്ട് ഡോറ് അത്യാവശ്യം നല്ല ഡിസൈൻ വർക്കോട് കൂടി ഒറ്റപ്പാളിയായിട്ടാണ് പണിതിരിക്കുന്നത്. ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ. തട്ടിലാണെങ്കിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ഭിത്തിയിൽ ലൈറ്റ് യെല്ലോ കളറിലുള്ള ഒരു ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. ഈ ഏരിയയുടെ വലിപ്പം 11.25 അടി നീളവും 10.5 അടി വീതിയുമാണ്. 115 സ്ക്വയർ ഫീറ്റ് ആണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഉള്ളത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടെ തട്ടിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം 10.5 അടി നീളവും 10 അടി വീതിയുമാണ്. 105 സ്ക്വയർ ഫീറ്റ് ആണ് ഡൈനിങ് ഏരിയ ഉള്ളത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിലായിട്ട് ഒരു ഷോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയുടെ റൈറ്റ് കോർണറിലായിട്ട് 1 മീറ്റർ നീളത്തിലും 63 സെന്റിമീറ്റർ വീതിയിലുമുള്ള ഒരു ഗ്രാനൈറ്റ് സ്ലാബിൽ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്റ്റെയർ റൂം. സ്റ്റെയർ റൂമിന്റെ വലിപ്പം 11.25 അടി നീളവും 6.25 അടി വീതിയുമാണ്. 73.5 സ്ക്വയർ ഫീറ്റ് ആണ് സ്റ്റെയർ റൂം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. കയറി വരുന്നത് ഒരു ചെറിയ പാസേജിലേക്കാണ്. ഈ പാസേജിന്റെ നീളം 5.25 അടിയും വീതി 3 അടിയുമാണ്. 15.5 സ്ക്വയർ ഫീറ്റ് ആണ് പാസേജ് ഉള്ളത്. ഇതാണ് ബെഡ്റൂം. നേരെ കാണുന്ന ഭിത്തിയിൽ നല്ലൊരു ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 11.25 അടി നീളവും 11 അടി വീതിയുമാണ്. 123.5 സ്ക്വയർ ഫീറ്റ് ആണ് ബെഡ്റൂം ഉള്ളത്. കൂടാതെ ബെഡ്റൂമിന്റെ റൈറ്റ് സൈഡിൽ നല്ല സൗകര്യമുള്ള അലമാര മോഡൽ ഒരു വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. വാളില് വൈറ്റ് കളറും ബ്ലാക്ക് കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിന്റെ വലിപ്പം 7.5 അടി നീളവും 4.25 അടി വീതിയുമാണ്. 35.5 സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ അടുക്കള. ഡോറ് ഗ്ലാസിലും വുഡിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുൾ സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത്.
കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ മൊത്തം ആൻറ്റി സ്കിഡ് വുഡൻ ടൈപ്പ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഈ അടുക്കളയുടെ വലിപ്പം 11 അടി നീളവും 10 അടി വീതിയുമാണ്. 110 സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടക്കാനുള്ള സ്റ്റെയറിന്റെ നേരെ കാണുന്ന ഭിത്തിയിലായിട്ട് ബ്രൗൺ കളറിൽ നല്ലൊരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം 91 സെന്റിമീറ്ററും വീതി 25 സെന്റിമീറ്ററുമാണ്. സ്റ്റെയറിൽ 2 ലാൻഡിംഗ് അടക്കം മൊത്തം 19 സ്റ്റെപ്പുകളാണുള്ളത്. സ്റ്റെയറിൽ ഹാൻഡ് റെയിൽ പണിതിരിക്കുന്നത് GI സ്ക്വയർ പൈപ്പിലും വുഡിലുമാണ്. ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ. ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം 10.25 അടി നീളവും 9.25 അടി വീതിയുമാണ്. 95 സ്ക്വയർ ഫീറ്റ് ആണ് അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം. നേരെ കാണുന്ന ഭിത്തിയിൽ നല്ലൊരു ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 11 അടി നീളവും 10 അടി വീതിയുമാണ്. 110 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ബാത്റൂമിന്റെ വലിപ്പം 7.25 അടി നീളവും 5 അടി വീതിയുമാണ്. 36 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ഈ ബെഡ്റൂമിലും നമ്മൾ താഴെ കണ്ടതുപോലെയുള്ള സെയിം ഒരു വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 11.25 അടി നീളവും 11 അടി വീതിയുമാണ്. 123 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇവിടെ ഒരു വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 7.5 അടി നീളവും 4.25 അടി വീതിയുമാണ്. 35 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും ടാപ്പ് ഫിറ്റിങ്സുകളും ബാത്റൂം ഫിറ്റിങ്സുകളും ബ്രാൻഡഡ് ആയിട്ടുള്ള സെറ ബ്രാൻഡിലുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 10.5 അടി നീളവും 10 അടി വീതിയുമാണ്. 105 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇവിടെ റൈറ്റ് സൈഡിലെ ഭിത്തിയിലായിട്ട് ചെറിയ ഒരു വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി. ഫ്ലോറിൽ ഗ്രേ കളർ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ മാറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ റൈറ്റ് ഭിത്തിയിൽ നല്ല ആകർഷകമായ ഒരു മെറ്റൽ വാൾ ഹോൾഡിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാൽക്കണിയുടെ വലിപ്പം 11.25 അടി നീളവും 7.25 അടി വീതിയുമാണ്. 85 സ്ക്വയർ ഫീറ്റ് ആണ് ബാൽക്കണി ഉള്ളത്. ഇതാണ് നമ്മൾ ഇപ്പോൾ കണ്ട ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 6.5 അടി നീളവും 4 അടി വീതിയുമാണ്. 26 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ടൈലുകളും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കജാരിയ ടൈലാണ്. ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഇവിടെയുള്ള ഒരു ചെറിയ ഓപ്പൺ ഏരിയയും മുകളിലെ ഓപ്പൺ ടെറസുമാണ്. ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം 5.25 അടി നീളവും 4.5 അടി വീതിയുമാണ്. 24 സ്ക്വയർ ഫീറ്റ് ആണ് ഓപ്പൺ ഏരിയ ഉള്ളത്. ഓപ്പൺ ഏരിയയിലാണെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ മൊത്തം GI സ്ക്വയർ പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ്. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഇത്തിരി ഹൈറ്റിൽ ഒരു സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം. ബസ് റൂട്ടിനടുത്ത് മനോഹരമായ വില്ല പ്രോജക്റ്റിൽ ലോറി കടന്നു വരുന്ന ടാർ റോഡ് ഫ്രണ്ട് 3.25 സെന്റ് സ്ഥലത്ത് നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് പണിതിരിക്കുന്ന ഈ 1563 സ്ക്വയർ ഫീറ്റ് പ്രീമിയം ക്വാളിറ്റി 4BHK ഇരുനില വില്ലയുടെ ആസ്കിംഗ് പ്രൈസ് 69.5 ലക്ഷം രൂപയാണ്. റേറ്റ് നെഗോഷിയബിൾ ആണ്. ഈ വില്ല പണിയുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന സിമൻറ്റ് ഡാൽമിയ സിമൻ്റ് ആണ്. ഇലക്ട്രിക് വർക്കിനായി ഉപയോഗിച്ചിരിക്കുന്ന വയർ വീഗാർഡാണ്. വീടിൻ്റെ പുറകുവശത്ത് വാസ്തുപ്രകാരം കിഴക്ക് വടക്ക് മൂലയിലായിട്ട് തന്നെയാണ് ഒരു കിണർ താഴ്ത്തിയിരിക്കുന്നത്. ഇവിടെ പെയിൻറ്റിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഏഷ്യൻ പ്രീമിയം ക്വാളിറ്റി പെയിൻറ്റുകളാണ്. കൂടാതെ ഇവിടെ കൊടുത്തിരിക്കുന്നത് 3 ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ്.
ഇവിടെ നിന്നും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് 14 കിലോമീറ്ററാണ് ദൂരമുള്ളത്. തൃപ്പൂണിത്തുറയിലേക്ക് 9.5 കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് 2 കിലോമീറ്ററും പുതിയകാവിലേക്ക് 6.5 കിലോമീറ്ററും പിറവത്തേക്ക് 14 കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് 8.25 കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് 4.5 കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് 6.25 കിലോമീറ്ററും SN മെട്രോ സ്റ്റേഷനിലേക്ക് 10.5 കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് 11 കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് 14 കിലോമീറ്ററും നേവൽ ബേസിലേക്ക് 18 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 20 കിലോമീറ്ററും പാലാരിവട്ടത്തേക്ക് 18 കിലോമീറ്ററും കലൂർ ജംഗ്ഷനിലേക്ക് 17 കിലോമീറ്ററും കാക്കനാടേക്ക് 15 കിലോമീറ്ററും മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് 1.5 കിലോമീറ്ററും തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9 കിലോമീറ്ററുമാണ് ഇവിടെ നിന്ന് ദൂരമുള്ളത്. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയുള്ള വീടുകളും വില്ലകളും ഒക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീടിന് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് നൽകുന്നതായിരിക്കും. വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.